ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല 8ന്റെ പണി കിട്ടിയതാ ഗായ്സ്. അതായത് കാർ ലിഫ്റ്റ് പോയി, ഇന്ന് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. കാർ ലിഫ്റ്റ് വിളിച്ച് വരണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ എന്ത് ചെയ്തു, മെട്രോ പിടിച്ച് ബസ് പിടിച്ച് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ദുബായിലെ ഷാർജയിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ബൈ ദ വേ, എൻ്റെ വീഡിയോസിൻ്റെ അണ്ടറിലൊക്കെ കുറേ പേര് മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ട്. ANMസിന് വാക്കൻസി ഉണ്ടോ, GNMസിന് വാക്കൻസി ഉണ്ടോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഫ്രഷറിന് ജോലി കിട്ടുമോ, പിന്നെ അതുപോലെ തന്നെ ഏത് സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇത് നിരന്തരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആൾക്കാർ പിന്നെയും പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ക്യൂരിയോസ് മീൻസ് അവരുടെ ഒരു ജോലി കിട്ടാത്തതും അവർക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു എന്ത് ആഗ്രഹത്തിൻ്റെയും പുറത്താണ് അവർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് നല്ലൊരു CV-യും കാര്യങ്ങളും ലൈസൻസും ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടും. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് ആണ് ഗായ്സ്. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ നല്ല വെല്ലായിട്ട് പെർഫോം ചെയ്യണം. അതായത് ഇപ്പോൾ അവർ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നല്ല അടിപൊളി മണിയായിട്ട് ആൻസർ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മോർ ചാൻസ് ആണ്. നിങ്ങളുടെ ആ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് തന്നെ അവർക്ക് മതി. അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. നിങ്ങൾ സ്മാർട്ടാണെന്ന് മനസ്സിലാക്കി നിങ്ങളെ സെലക്ട് ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ്. ബൈ ദ വേ, ഞാൻ മെട്രോ പിടിച്ച് ഇപ്പോൾ ബസ് കയറി ഇപ്പോൾ വീണ്ടും മെട്രോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് എന്താക്കണം, നടന്നിങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുക ഗൈസ്, ബ്രിഡ്ജിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷാർജയിലാണ് ഇതുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായി ഷാർജയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം തൊട്ടേ ഈ ഒരു ബ്രിഡ്ജിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ്. അപ്പം നിങ്ങൾ നന്നായി അടിപൊളിയായിട്ട് സ്മാർട്ടായിട്ട് ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോർ ചാൻസ് ആണ് കേട്ടോ. അവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങളുടെ പാസ്റ്റോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല. നിങ്ങളുടെ ഇൻ്റർവ്യൂ വെൽ ഗുഡ് ആണെങ്കിൽ നിങ്ങൾ അറ്റ് എ ടൈമിൽ തന്നെ അവർ സെലക്ട് ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈറ്റും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ പോയിട്ടൊന്ന് കാണാം. അതിൽ ഞാൻ എല്ലാ ഡൗട്ടും നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഷാർജയിൽ എത്തിയിട്ടുണ്ട്. ദുബായ് ടു ഷാർജ എൻ്റെ ഒരു 2.5 hours ജേർണി ആയിരുന്നു ഗൈസ്.